അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ വീട്ടില് ഒരു ഉപയോഗം ഇല്ലാണ്ടിരിക്കുന്ന ബ്രോക്കൺ പോട്ട് കൊണ്ട് നമുക്കൊരു ബ്രോക്കൺ പോട്ട് ഗാർഡൻ ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്, യാതൊരു പണിയൊന്നുമില്ല. എന്നുവെച്ചാൽ കുറച്ച് മണ്ണ്, പിന്നെ ഒരു പൊട്ടിയ ചട്ടി, പിന്നെ കുറച്ച് ചെടികള്, പിന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു എന്താ പറയുക ഒരു ഭംഗി തോന്നുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, കുറച്ച് കല്ല്, കുറച്ച് പായൽ വേണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയത് പായലൊന്നും ഇല്ലാണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യമായിരിക്കണേ. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ബ്രോക്കൺ പോട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ബ്രോക്കൺ പോട്ട് ഗാർഡൻ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് വേണ്ട ചെടികൾ ഞാൻ ഏതൊക്കെയാന്ന് കാണിച്ചു തരാം. ഇഷ്ടമുള്ളത് എടുക്കാട്ടോ. ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്ന ടേബിൾ റോസിന്റെ ഒരു കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ചെറിയ ചെറിയ ടേബിൾ റോസ്, വേരുള്ളതും ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. പിന്നെ ടർട്ടിൽ വെയിൻ, അതിന്റെ ഒരു 2-3 വെറൈറ്റി ഉണ്ട്. അതിനും വേരുണ്ട്. വേരില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. ടർട്ടിൽ വെയിനാണ് ഇത് വേറൊരു വെറൈറ്റിയാണ്. പെട്ടെന്ന് വളരുന്ന ഒരു സാധനമാണ് ടർട്ടിൽ വെയിൻ. പിന്നെ നമ്മുടെ സ്വന്തം മണി പ്ലാന്റ്, അതും ഞാനൊരു മണ്ണിൽ ഇങ്ങനെ നട്ടിട്ട് ചെറിയ വേരൊക്കെ വന്നിട്ടുണ്ട് അതിന്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ കുറച്ച് പായല്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൽച്ചട്ടി, നമ്മുടെ മെയിൻ ആള്, ഇതിനകത്ത് മണ്ണ് നിറയ്ക്കാം. ഈ പൊട്ടിയ ഭാഗം ഉണ്ടല്ലോ, അതുവരെ മണ്ണ് നിറച്ചാൽ മതി. അറിയാലോ, അതിൽ കൂടുതൽ മണ്ണ് നിറച്ചാൽ താഴെ പോകും, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ അത്രയും ഭാഗം മണ്ണ് നിറയ്ക്കുക. നമ്മുടെ പൊട്ടിയ പൂച്ചട്ടി ഉണ്ടല്ലോ, അതുകൊണ്ടോ അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചട്ടി കൊണ്ടോ അങ്ങനെ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് അത് നമുക്ക് മനോഹരമാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് വലിയ കല്ലൊന്നും ഇല്ലാണ്ട് എടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചെടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് അകത്തേക്ക് താഴേക്ക് ഇറക്കാൻ പറ്റില്ല. കുഞ്ഞു ചെടികളല്ല നമ്മളെല്ലാം എടുത്തേക്കണേ. ഓക്കെ, വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാം. മണ്ണൊക്കെ അങ്ങനെ എന്നിട്ട് കൈ കൊണ്ടൊന്ന് നിരത്തി ഇടുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കമ്പ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഇതിനകത്ത് ചെറിയ ചെറിയ കുഴികള് അതിന്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കുക. കണ്ടോ, ഞാനിപ്പോ ഇവിടെ ഒരു പഴയ പെൻസിലാണ് എടുത്തേക്കുന്നത്. കിച്ചു കാണണ്ട, കിച്ചു എന്നെ ഓടിക്കും, അവന്റെ പെൻസിലാ. പിന്നെ മറ്റു ചെടികളൊക്കെ ഞാൻ വെള്ളത്തിലിട്ടാണ് കേട്ടോ വച്ചിരുന്നത്. അതിങ്ങനെ എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് ഇതിലിങ്ങനെ നടുക. അത്രേ ഉള്ളൂ. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ചെടികള് നടാം, പക്ഷെ കുഞ്ഞിതായിരിക്കണം. കുഞ്ഞിതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഇതൊക്കെ കളയാം. വലുതാണെങ്കിൽ ചെറിയ പോട്ടിനകത്ത് വലിയ ചെടി നട്ടാനുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു ചെടികൾ എടുക്കാൻ ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ ടേബിൾ റോസൊക്കെ ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. മണി പ്ലാന്റ് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം മണി പ്ലാന്റ്. പിന്നെ ടർട്ടിൽ വെയിനും. പിന്നെ ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് നടുകയാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഓരോന്നായിട്ട് നടുക. അപ്പം
ഉപയോഗമില്ല എന്ന് വിചാരിച്ച് കളയാൻ വെച്ചിരുന്നൊരു സാധനത്തിനെ എടുത്തൊരു അടിപൊളി സാധനം ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ആ ഒരു സന്തോഷമാണ് ഞാനും ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ടർട്ടിൽ വൈൻ നടാം. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടല്ലോ, അതിൽ പെടുന്ന ഒരു സാധനമാണ് ഈ ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. നല്ല രസമാണ് അതിങ്ങനെ കിടക്കാൻ. നമ്മുടെ പനങ്കുല പോലെ മുടി കിടക്കുക എന്ന് പറയില്ലേ, അതുപോലെ നല്ല രസമാണ് ഈ ടർട്ടിൽ വൈൻ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ. അപ്പൊ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ നടുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോന്നോരോന്നായിട്ട് നടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നടുക്കാണ് നമ്മൾ ആ കല്ലും ആ ചെറിയ മൺകലത്തിന്റെ അടപ്പും ഒക്കെ വെക്കുന്നത്. ഇനി ഇതിന്റെ നമ്മൾ ഈ കല്ലൊക്കെ വെച്ചിട്ട് അതിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ചെറിയ ചെടികളൊക്കെ ഇതുപോലെ നടാം നമുക്ക്. ഇപ്പൊ ഞാനൊരു റൗണ്ടില് നട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ഒരു ചെറിയൊരു മൺകലത്തിന്റെ അടപ്പായിരുന്നു അത്. ചിലർ വീടൊക്കെ ഉണ്ടാക്കി വെക്കും. ഞാൻ ഇവിടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇതിന് ചുറ്റും ഇങ്ങനെ കല്ലിങ്ങനെ വെക്കുക. ഈ കല്ലൊക്കെ എൻ്റെ ചേട്ടൻ പല സ്ഥലങ്ങളിൽ പോയപ്പം എനിക്കായിട്ട് പണ്ട് കൊണ്ടു തന്ന കേട്ടോ. എനിക്ക് പണ്ട് ഭയങ്കര ഒരു ഹോബി ഉണ്ടായിരുന്നു, കല്ല് ഇതുപോലെ ഭംഗിയുള്ള കല്ലുകളെ സൂക്ഷിച്ചു വെക്കുക. ഇത് കല്യാണം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നപ്പോഴും ഞാൻ എൻ്റെ പെട്ടിക്കകത്തതുണ്ടായിരുന്നു. മറ്റേ ഉർവശിയുടെ ബാഗ് പൊട്ടിക്കണ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തുറക്കണ അവസ്ഥയായിരുന്നു. എൻ്റെ കുറെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതൊരു ടൈപ്പ് ടർട്ടിൽ വൈനാണ് കേട്ടോ ഇപ്പൊ വെച്ചതും. ഇനി ഒരു കല്ലുണ്ടായിരുന്നു ചെറിയ, അതിനകത്ത് ഇതുപോലെ പായൽ പിടിപ്പിച്ചിട്ട് ഒന്ന് കല്ല് വെള്ളത്തിലൊന്ന് മുക്കി എന്നിട്ട് പായലൊന്ന് അതിൻ്റെ മീതെ പിടിപ്പിച്ചിട്ട് കല്ലിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ വെക്കുക. കണ്ടോ? ഒരു 10-15 മിനിറ്റത്തെ മെനക്കേടേ ഉള്ളൂ. നമുക്ക് ഒരു അടിപൊളി ആക്കിയെടുക്കാം ഇതിനെ. ഇതുപോലെ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കി സ്പേസിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെടികളൊക്കെ നിറച്ച് വെക്കുക. ഇത് കിച്ചുവിൻ്റെ ബ്ലാക്ക് പാന്തറാണ് ഞാൻ വെക്കുന്നത്. അവനെപ്പം അതെടുത്തോണ്ട് പോകുന്ന എനിക്കറിയില്ല കേട്ടോ. ചെറിയ എന്തെങ്കിലും ഒരു കുഞ്ഞ് ആളോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കളിപ്പോട്ടോ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ എപ്പോഴും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴും ഒരുപാട് നമ്മൾ കപ്പ് കൊണ്ടോ ഓസ് കൊണ്ടോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ചെടി, ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എന്തെങ്കിലും വെറുതെ വിശദമായിട്ട് പറയണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഞാനൊരു കുളമായിട്ടാണ് സങ്കല്പിച്ചേക്കുന്നത്. അപ്പോൾ ആ കുളത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. കുളത്തിൽ കരിമ്പുലി വെള്ളം കുടിക്കാൻ വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രോക്കൺ പോട്ട് ഗാർഡൻ റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ വീട്ടിലെ പൊട്ടിയ ചട്ടികളൊന്നും എടുത്ത് കളയണ്ട, നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കുട്ടികളെയും കൂടെ കൂട്ടിക്കോളൂ, അവർക്കൊക്കെ ഇഷ്ടമാവും. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കുക. എളുപ്പമല്ലേ? നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു ചെടികൾ വെച്ചിട്ട്
പൊട്ടിയ ചട്ടികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ലോക്ക്ഡൗൺ നമുക്കിങ്ങനെ